വാർത്തകൾ തുടരുന്നു. കെപിസിസി ഗാന്ധി ദർശൻ സമിതി ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിശദീകരണ സംവാദവേദി സംഘടിപ്പിച്ചു. കെപിസിസി ഗാന്ധി ദർശൻ സമിതി ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള ജനക്ഷേമ ബഡ്ജറ്റ് വികസനവും യാഥാർത്ഥ്യവും എന്ന വിഷയത്തിൽ വിശദീകരണ സംവാദവേദി സംഘടിപ്പിച്ചു. എഐസിസി അംഗം അനിൽ അക്കരെ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ച 2026-27 വർഷത്തെ ബഡ്ജറ്റിന്റെ ജനക്ഷേമകരമായ വശങ്ങളെക്കുറിച്ചും നാടിന്റെ സമഗ്ര വികസനത്തെക്കുറിച്ചും വിശദമായ ചർച്ചകൾ നടന്നു. പാലിയത്ത് രാമകൃഷ്ണൻ നായർ സ്മാരക പുരസ്കാരം പി.കെ. അബൂബക്കർ ഹാജിക്ക് സമ്മാനിച്ചു. ഗാന്ധി ദർശൻ വേദി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി.സി. തോമസ് അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകൻ കെ.സി. ശിവദാസ് മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി സി.വി. അച്യുതൻ, കെപിസിസി സെക്രട്ടറി സി.സി. ശ്രീകുമാർ, ഡിസിസി സെക്രട്ടറി അഡ്വക്കേറ്റ് ടി.എസ്. അജിത്ത്, കെ.വി. ഷാനവാസ്, കെ.പി.എ. റഷീദ്, മോഹൻദാസ് ചേളനാട് തുടങ്ങിയവർ സംസാരിച്ചു. ഈ വയോജന ഡിപ്പാർട്ട്മെന്റ് വഴി നിങ്ങൾക്ക് അതിന്റെ ഒന്നിനും ബുദ്ധിമുട്ടില്ല. ജോബ് വിസയ്ക്ക് കയറി ലോകത്തിന്റെ ഏത് കോണിലേക്ക് പോയി അവിടെ നിങ്ങൾക്ക് പിന്നെ വലിയ ശമ്പളത്തിന് ജോലി കിട്ടും. തിരിച്ചും ഇങ്ങോട്ട് വരാൻ കഴിയുന്ന ജോബ് യൂസ് കിട്ടും. മറ്റാളുകൾ അങ്ങനെയല്ല കിട്ടുന്നു. എഡ്യൂക്കേഷൻ വിഷയം പോയി അവിടെ സ്ഥിരതാമസം നടത്തുന്ന രീതിയാണ്. പ്രവർത്തിക്കുന്ന നമ്മുടെ ഈ ഗാന്ധി സമിതിയുമായിട്ട് വളരെ അടുത്ത് ഞങ്ങൾക്ക് ഒരു നേതാവിന്റെ ഓർമ്മദിനമാണ് എന്നുള്ളതാണ് അതിലേറ്റവും ആദ്യത്തെ കാര്യം. അപ്പൊ നമ്മളൊക്കെ എല്ലാവരും ഈ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾ കേരളത്തിന്റെ വലിയ സമ്പദ് സാധ്യതയുള്ള കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായി ചെയ്യേണ്ട ഒരു നെഹ്റു യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തനമായി വന്ന ഒരു കാലഘട്ടം 95 കാലഘട്ടത്തിൽ നിങ്ങളൊക്കെ 95 എത്ര വയസ്സ് ഒരു ഓക്കെ നിങ്ങൾ 4 കൊല്ലം കുറച്ചാൽ അല്ലേ 4 കൊല്ലം എത്ര വയസ്സ് ഇപ്പോഴത്തേക്ക് നമ്മൾ വ്യത്യാസമൊക്കെ. അപ്പൊ ആ ഒരു മാറ്റത്തെ അതേ രീതിയിൽ ഇന്നത്തെ മുതിർന്ന ആളുകൾ ഉപയോഗിക്കാൻ കഴിയുന്ന വളരെ നമ്മുടെ കയ്യിലുള്ള പണത്തിനനുസരിച്ചാണ് നമ്മൾ ഈ ബഡ്ജറ്റ് ഉണ്ടാക്കിയത്. നമ്മുടെ ബഡ്ജറ്റ് നികുതി കുറയ്ക്കുന്ന ബഡ്ജറ്റ്. എന്നോട് കല്യാൺ സാഹിബ് പറഞ്ഞത് 0 സംരംഭങ്ങൾ ഉണ്ടാകും കേരളത്തിലായിരുന്നു. അപ്പോൾ നികുതി എന്നതിനേക്കാൾ അപ്പോൾ വി.ഡി. സതീശന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് പൂർണ്ണമായും നമ്മുടെ യുവത്വത്തെയും നമ്മുടെ മുൻഗണനയും ഒക്കെ കണ്ടുകൊണ്ടാണ്. വി.ഡി. സതീശന്റെ പ്രയോറിറ്റി നമ്മൾ തീരുമാനിക്കും. ആ പ്രയോറിറ്റിക്ക് അനുസരിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഇവിടെ എം.എൽ.എ അനുഭവിക്കുന്ന ആളാവാൻ സാധ്യതയില്ല. പക്ഷെ എം.എൽ.എക്ക് ഉപഹാരം നമ്മുടെ പ്രിയപ്പെട്ട കുട്ടിയേച്ചിക്ക് കൊടുക്കും. നമുക്ക് നേരത്തെ അറിയിച്ചിട്ടുണ്ട്. അത് ഇവിടെ പറയും. അതിന് മരട്ടൊന്നും മാറുന്നു. ആരും ക്രോസ് ചെയ്യല്ലേ.